കാര്യമാക്കിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അയാൾ നിരന്തരം എൻ്റെ വാട്സപ്പിലും എനിക്ക് കോൾ വിളിച്ചിട്ട് പിന്നെ ശല്യപ്പെടുത്തുകൊണ്ടിരിക്കുക. എനിക്ക് ആരോടും പറയാൻ വയ്യ കേട്ടോ. ഇനി സായി കെട്ടിട്ട് എനിക്കൊന്ന് കേസ് കൊടുക്കണം എന്ന് വരെ ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മോൾക്ക് തന്നെ 2000 തരൂല അയാൾക്ക് ആ 2000 അയാൾ എനിക്ക് 2000 ചിലവിന് തരണുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അയാൾക്ക് എന്താ പറയുക വീഡിയോ കോൾ ചെയ്യണം. അയാൾ പറയുന്നതെല്ലാം ഞാൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. ചില ദിവസമൊക്കെ ഇന്നെ രാത്രി 1 മണിക്കൊക്കെ പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ടൊക്കെ എടുക്കുക. അയാളുടെ ശല്യം കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട്. പക്ഷെ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരു ഇതുമില്ല. കാരണം അവർ നിരന്തരം എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക, നിരന്തരം എന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. സഹിക്കാൻ പറ്റാത്ത അത്രയും. ഞാൻ ആത്മഹത്യ ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എൻ്റെ കുട്ടീനെ ആലോചിച്ചിട്ടാട്ടോ. കാരണം അവൾ ഈ ഭൂമിയിൽ ഇപ്പം ജനിച്ച് വീണിട്ടേ ഉള്ളൂ. ഞാൻ ആത്മഹത്യ ചെയ്താലൊന്നും പരിഹാരമാവില്ല. കാരണം അവരൊക്കെ ജയിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ എനിക്ക് ജീവിച്ച് കാണിക്കണം, കുറച്ച് ആൾക്കാരെ മുന്നിൽ എനിക്ക് ജീവിച്ച് കാണിക്കണം എന്നുള്ളതുകൊണ്ട് ഞാനൊക്കെ സഹിച്ച് നിൽക്കണം. ഇനി വന്നിട്ട് ഈ ഫോണിൽ ഇതാക്കുന്നുണ്ടെന്നുണ്ടല്ലോ ഇന്നെ ഭയങ്കര എന്താ പറയുക, ഇനി ചിത്രീകരിക്കാൻ മാത്രം എല്ലാ തരത്തിലും എന്താ പറയുക, എന്നെ ആൾക്കാരെ പേര് കൂട്ടിയിട്ടും ഒക്കെ എന്നെ പറഞ്ഞിട്ട് ഭയങ്കര ശല്യമാണ്. ഭയങ്കര ശല്യം. ജീവിക്കാനേ അനുവദിക്കണില്ല. ഈ ഒരു എന്താ പറയുക 3 സെൻറ്റിൽ എനിക്കൊരു കൂര വെച്ച് ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന അതിനൊന്നും സമ്മതിക്കലില്ല. നിരന്തരം ഞാൻ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. നിരന്തരം ഞാൻ അവരോട് എന്ത് തെറ്റാ ചെയ്തെന്നറിയില്ല. ഞാൻ ഇത്രയും കാലം അധ്വാനിച്ചതൊക്കെ അവർക്ക് കൊടുത്തത്. ഞാൻ ഒന്നും കണക്കുകളൊന്നും വെച്ച് വെക്കാത്തതുകൊണ്ട് പക്ഷെ അറിയില്ല, നഷ്ടപ്പെട്ട ഒരാളാണ്.